ചിലര് പറയാം ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം. പ്രിയപ്പെട്ട ദൈവം ഏകനല്ലയോ? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരോ, അവനല്ലയോ ദൈവം? അത് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം ഉണ്ടായി വന്നതല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഉണ്ടായി വന്നത് ദൈവമേ അല്ല പ്രിയപ്പെട്ടവരെ, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് ആരംഭം ഉണ്ടാകല്ല, അവസാനം ഉണ്ടാകല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാദി കാലം മുതലേ അവൻ ദൈവമാകുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആരംഭമില്ല, അതിന് അവസാനമില്ല. നാളെ ലോകാവസാനത്തിന് ശേഷവും ഉള്ളവനാരോ, അവനാണ് ദൈവം. എന്നാൽ നോക്കുവിന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് 2000 വർഷങ്ങളായിട്ട് ഉള്ളൂ. എന്നാൽ ഇവനാൽ അത്ര ലോകം സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? പ്രിയപ്പെട്ട, രാവിലെ എഴുന്നേൽക്കുന്നതാണ്, സൂര്യൻ ഉദിക്കുന്നതാണ് പ്രഭാതമെന്ന് നമ്മൾ അറിയുന്നു. ആ സൂര്യനെ ഉദിപ്പിക്കുക മാത്രമല്ല, അതിനെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ക്രിസ്തുവിനെ നിഷേധിച്ച് നമ്മൾ എവിടെ പോകാനാണ്? മരിച്ചതിന് ശേഷം ഇവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടിയോ പ്രിയപ്പെട്ടവർ? എന്തിനാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത്? എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഏൽക്കുന്നത്? ചിലർക്ക് എന്താണ് ഇപ്പോൾ മുറുമുറുപ്പ് തുടങ്ങി, ചിലർ പല്ല് ഞെരിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങളെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സ്നേഹം പറയുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ അനുഗ്രഹം നിന്റെ മതഭക്തി കൊണ്ട് തള്ളിക്കളയല്ലേ. സുവിശേഷത്തെ എതിർത്ത് കളഞ്ഞ ഒരു മനുഷ്യന്റെയും തലമുറ നന്നായിട്ടില്ല. ഒരു മനുഷ്യന്റെയും വീട്ടിൽ സമാധാനം കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. യഹൂദന്മാരുൾപ്പെടെ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ എല്ലാ ഭവനങ്ങളും എല്ലാ എന്താണ് രാജ്യങ്ങളും തകർന്ന് തരിപ്പണമാകുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുകയും ചെയ്യും.